ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ 44% വരുമെങ്കിലും അതിശൈത്യവും ചൂടുമൊക്കെ കാരണം ജനസാന്ദ്രത അവിടെ വളരെ കുറവാണ്. പടിഞ്ഞാറ് ഇറാനും വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും തെക്ക് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന നിർണായക മേഖല. ജനങ്ങളുടെ മുഖ്യ വരുമാനം കൃഷിയും കന്നുകാലി വളർത്തലും. കമ്പിളി തുകൽ നിർമ്മാണത്തിനും പ്രശസ്തം. പ്രകൃതിവാതകങ്ങളാൽ സമ്പുഷ്ടം. ബലൂചിസ്ഥാനിലെ പാക് താൽപര്യം പ്രകൃതിവാതകത്തിന്മേലുള്ള ലാഭക്കൊതിയാണ്. അടിസ്ഥാന വികസനത്തിന് പാകിസ്ഥാന് താൽപര്യമില്ലാത്തതും ബലൂച്ചി വിമോചന സമരത്തിന് ഇന്ധനമേകുന്നു. ബലൂചിസ്ഥാനെ കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ബ്രിട്ടീഷ് പ്രവിശ്യയായിരുന്ന ബലൂചിസ്ഥാനെ 1947 ജൂൺ 29 ജനങ്ങളുടെ താൽപര്യമില്ലാത്ത പാകിസ്ഥാന്റെ ഭാഗമാക്കിയത്. അപ്പോൾ ഇതിനെ എതിർത്തിരുന്ന കലാത്ത് പ്രവിശ്യയിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1948, 1958, 1962, 63, 1973 വർഷങ്ങളിലാണ് അവിടങ്ങളിൽ കലാപമുണ്ടായത്. 2003 മുതൽ BLA നേതൃത്വത്തിലാണ് വിമോചന സമരം നടക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതാണ് BLA. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ആര്യ അധിനിവേശത്തിനൊക്കെ വളരെ മുമ്പ് ഹിന്ദു ദ്രാവിഡ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. പാകിസ്ഥാനെ ഇന്നും എതിർക്കുന്ന കലാത്ത് പ്രവിശ്യ പണ്ട് ഹിന്ദു സേവാ രാജവംശം ഭരിച്ചിരുന്ന നാട്ടുരാജ്യമായിരുന്നു. ദ്രാവിഡ ഭാഷ സംസാരിച്ചിരുന്ന ബ്രാഹ്മികളാണ് ബലൂച്ചികളുടെ പൂർവികർ. പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ ഇന്ത്യക്കെതിരെ ആക്രമണം തുടരുന്ന പാകിസ്ഥാന് ഏറ്റ വലിയ തിരിച്ചടിയാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം. 1971 യുദ്ധത്തോടനുബന്ധിച്ച് അന്നത്തെ പൂർവ്വ പാകിസ്ഥാനെ ബംഗ്ലാദേശിന് ആയി മാറ്റിയതിന് തുല്യമാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. അവിടെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം അങ്ങേയറ്റം തീവ്രമായ നിലയിലാണ് ഇന്നുള്ളത്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദിയും ബ്ലോഗറുമായ മിർ യാർ ബലൂച്ചിയുടേതായി പുറത്തുവരുന്ന വീഡിയോകളിൽ നിന്നാണ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. അവിടുത്തെ നദേര ബുക്തിയിലുള്ള 100-ൽ പരം പ്രകൃതിവാതക കിണറുകൾ അടങ്ങുന്ന പ്രദേശം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ ഏറ്റവും വലിയ നഗരമായ ക്വറ്റ BLA പിടിച്ചടക്കിയതായും പറയപ്പെടുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ 14 പാക് സൈനികരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ ബലൂചിസ്ഥാന്റെ എംബസി സ്ഥാപിക്കാൻ അനുവദിക്കണമെന്നും UN സമാധാന സേനയെ ബലൂചിസ്ഥാനിലേക്ക് അയക്കാൻ തയ്യാറാകണമെന്നും ഒക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെ സ്വാതന്ത്ര്യം അവർ പ്രഖ്യാപിക്കാനായി ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ്. പാക് പതാക പിൻവലിച്ച് അവിടെ ബലൂചിസ്ഥാന്റെ പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഭീകരവാദ പാകിസ്ഥാന്റെ തകർച്ച അടുത്തെന്നും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ഉടൻ പ്രഖ്യാപിക്കണമെന്നും ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കറൻസി, പാസ്പോർട്ട് എന്നിവ അച്ചടിക്കാനായി പ്രത്യേക ഫണ്ട് അനുവദിക്കുക, പാക് പോലീസ്, സൈന്യം, സൈനിക ഇന്റലിജൻസ്, ISI എന്നിവ ഉടനടി ബലൂചിസ്ഥാൻ വിടുക എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. BLA ഉടൻ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാനിൽ ഇടക്കാല സർക്കാരിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മിർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കൽ ചടങ്ങിൽ ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാഷ്ട്രങ്ങളെ ക്ഷണിക്കുന്നതായും പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങൾ സംഭവ ബഹുലമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.